പണ്ട് അമ്മയ്ക്കു വേണ്ടിയും ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ഓടിയത്. അന്ന് ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ. ആദി തന്റെ ബാഗിൽ നിന്ന് പണമെടുത്ത് ആ അച്ഛന്റെ കയ്യിൽ വെക്കുന്നു. ആദി ശാന്തമായി. ഇത് വെച്ചോളൂ വല്ലിച്ച, ആ കുട്ടിയെ നല്ലപോലെ നോക്കണം. അയാൾ: നീ ആരാ മോനെ, ദൈവം അയച്ചതാണോ? ആദി: അല്ല, പഴയൊരു ഡെലിവറി ബോയ്, പണമില്ലാത്തതിന്റെ വേദന അറിയുന്ന ഒരാൾ. ഫോൺ റിങ് ചെയ്യുന്നു. ആദി ഫോൺ എടുക്കുന്നു. നന്ദന കരഞ്ഞുകൊണ്ട്: ആദി, നീ എന്നോട് ക്ഷമിക്കില്ലേ? റോഷൻ എന്നെ നിർബന്ധിച്ചതാണ്. നിന്നെ അപമാനിക്കാൻ എനിക്ക് താൽപ്പര്യമില്ലായിരുന്നു. ആദി പുച്ഛത്തോടെ: നന്ദു, നിന്റെ ഈ അഭിനയം കൊള്ളാം. പക്ഷെ പണ്ട് 10 രൂപയുടെ പേരിൽ നീ എന്നെ തള്ളിപ്പറഞ്ഞപ്പോ ഈ സ്നേഹം എവിടെയായിരുന്നു? അത് എന്റെ തെറ്റാണ് ആദി. നമുക്ക് പഴയതുപോലെ ആയിക്കൂടെ? ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് എന്നെയല്ല നന്ദു, എന്റെ അക്കൗണ്ടിലുള്ള 100 കോടിയെയാണ് ഇഷ്ടം. ആ പഴയ ആദി മരിച്ചുപോയി. ഇപ്പോൾ നിന്റെ മുന്നിലുള്ളത് രാജശേഖര തമ്പുരാന്റെ പേരക്കുട്ടിയാണ്. ഇനിമേലാൽ എന്നെ വിളിക്കരുത്. റോയൽ ഗ്രൂപ്പ് ആസ്ഥാനം. ആദ്യമായി ആദി റോയൽ ഗ്രൂപ്പിന്റെ ബോർഡ് മീറ്റിംഗിലേക്ക് കടന്നുവരുന്നു. അവിടെ അവനെ കാത്തിരിക്കുന്നത് ശത്രുക്കളായ ഡയറക്ടർമാരാണ്. ആർക്കും ഒരു ഡെലിവറി ബോയ് തങ്ങളുടെ മുകളിലിരുന്ന് ഭരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നതല്ല. അതിലൊരു ഡയറക്ടർ: ഇതാണോ പുതിയ ചെയർമാൻ? ഒരു ഡെലിവറി ബോയ് നമ്മുടെ കമ്പനി ഭരിക്കുമെന്നോ? അതെ, ഡെലിവറി ബോയ് ആയിരുന്നപ്പോൾ ഓരോ വീടിന്റെയും പടിവാതിൽ വരെ ഞാൻ എത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ പൾസ് എനിക്കറിയാം. റോയൽ ഗ്രൂപ്പിലെ അഴിമതികൾ ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. വക്കീൽ പറഞ്ഞ ആ വാക്കുകൾ ആദിയുടെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. സൂക്ഷിക്കണം ആദി, ഇവരിൽ ഒരാളാണ് നിന്റെ മുത്തശ്ശനെ വിഷം കൊടുത്തു കൊന്നത്. എല്ലാവരും ആദിയെ തന്നെ തറച്ചു നോക്കുന്നു. ആദ്യത്തെ മീറ്റിംഗിൽ എല്ലാവരും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടു. പിന്നീട് ആദ്യ തന്റെ കാറിലേക്ക് കയറുന്നു. സീറ്റിനടിയിൽ ഒരു പൊതിയിരിക്കുന്നത് അവൻ കാണുന്നു. കാറിനുള്ളിൽ ഒരു അജ്ഞാത സന്ദേശം. ആദ്യ അത് തുറന്നു നോക്കി. അതിൽ രക്തം പുരണ്ട ഒരു ഡയറി ഉണ്ടായിരുന്നു. മുത്തശ്ശൻ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യ ഡയറി. ആദി ഞെട്ടലോടെ: ഇത് മുത്തശ്ശന്റെ ഡയറി. ഇതിൽ ആ പേരുണ്ടോ? എന്റെ അമ്മയെ ഇല്ലാതാക്കിയ, മുത്തശ്ശനെ കൊന്ന ആ ശത്രുവിന്റെ പേര്? അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് ആദി കാലെടുത്തു വെച്ചു. എന്നാൽ അവനെ കാത്തിരുന്നത് മുത്തശ്ശൻ രാജശേഖര തമ്പുരാൻ ബാക്കി വെച്ചുപോയ രക്തം പുരണ്ട ഡയറിയാണ്. ആരാണ് ആദിയുടെ അമ്മയെ കൊന്നത്? ആരാണ് റോയൽ ഗ്രൂപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? ആദി ആ താളുകൾ മറിക്കുകയാണ്. ഇത് വെറും കണക്കുകളല്ല, മുത്തശ്ശന്റെ കുമ്പസാരമാണ്. ആ ഡയറിയിൽ: ആദി, ഈ ഡയറി നീ വായിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാകില്ല. എന്നെ പുറത്തുനിന്നുള്ളവരല്ല തോൽപ്പിച്ചത്, എന്റെ കൂടെ നിന്നവരാണ്. എന്റെ മകൾ, നിന്റെ അമ്മ പാർവതി മരിച്ചത് അപകടത്തിലല്ല, അതൊരു കൊലപാതകമായിരുന്നു. അതിനു പിന്നിൽ പ്രവർത്തിച്ചത് റോയൽ ഗ്രൂപ്പിലെ തന്നെ വിശ്വസ്തനായ... പെട്ടെന്ന് ഒരു കാർ ഹോൺ ശബ്ദം. ആദി ഞെട്ടി വായന നിർത്തുന്നു. ഡയറിയുടെ ആ പേജിൽ രക്തം ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നു. പേര് വ്യക്തമല്ല. ചതി. ആ പേര് രക്തത്തിൽ മാഞ്ഞുപോയിരിക്കുന്നു. പക്ഷേ സൂക്ഷിച്ചു നോക്കുന്നു. താഴെ ഒരു ഒപ്പുണ്ട്: GK. ആരാണ് ഈ GK? ആദി ഫോൺ എടുക്കുന്നു. അഡ്വക്കേറ്റ് മേനോനെ വിളിക്കുന്നു. മേനോൻ സാർ, ആരാണ് നമ്മുടെ ബോർഡിലെ GK? ഗോവിന്ദ കൈമൾ, നിന്റെ മുത്തശ്ശന്റെ വലങ്കൈയായിരുന്ന ആൾ. ഇപ്പോൾ കമ്പനിയുടെ ഫിനാൻസ് ഡയറക്ടർ. ആദി, സൂക്ഷിക്കണം, അയാൾ അപകടകാരിയാണ്. വലങ്കൈയായിരുന്നെങ്കിൽ ആ കൈ ഞാൻ വെട്ടിയിരിക്കും. റോഷന്റെ ഫ്ളാറ്റിൽ റോഷൻ ദേഷ്യത്തിൽ മദ്യക്കുപ്പി എറിയുന്നു. അവൻ ചെയർമാനായെന്നോ? ആ ഓട്ടോക്കാരൻ ആദിത്യൻ വർമ്മയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദന. റോഷൻ നമ്മൾ വിചാരിച്ച ആളല്ല ആദി. അവനിപ്പോൾ മാറിയിരിക്കുന്നു. അവന്റെ കണ്ണിൽ പഴയ സ്നേഹമില്ല, തീയാണ്. സ്നേഹം? നിനക്കവനോട് വീണ്ടും സ്നേഹം തോന്നുന്നുണ്ടോടി? പണം കണ്ടപ്പോൾ നിന്റെ മനസ്സ് മാറിയോ? അങ്ങനെയല്ല, പക്ഷേ അവനെ വെറുതെ വിടുന്നതാണ് നമുക്ക് നല്ലത്. ഒരിക്കലുമില്ല. അവനെ ഞാൻ തകർക്കും. നാളെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അവിടെ വെച്ച് ആദിത്യൻ വർമ്മയുടെ യഥാർത്ഥ മുഖം ഞാൻ വലിച്ചു കീറും. അവനൊരു കള്ളനാണെന്ന് ഞാൻ തെളിയിക്കും. അതിന് നീ എന്നെ സഹായിക്കണം. ഞാനോ? ഞാനെന്ത് ചെയ്യണം? നീ അവനെ വിളിക്കണം. ഒരു പഴയ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. റോഷന്റെ നീക്കങ്ങൾ അറിയാതെ ആദി തന്റെ ആദ്യത്തെ ലക്ഷ്യത്തെ തേടി എത്തിയിരിക്കുന്നു. ഗോവിന്ദ കൈമൾ. മഴ പെയ്യാൻ തുടങ്ങുന്നു. ആദിയുടെ കാർ ഒരു വലിയ വീടിനു മുന്നിൽ നിൽക്കുന്നു. ആദി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്നു. വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. മിസ്റ്റർ കൈമൾ, ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല.
ഞാനെല്ലാം അറിഞ്ഞു. മറുപടിയില്ല. നിശബ്ദത. പെട്ടെന്നൊരു ഇടിമുഴക്കം. എന്തിലാ എന്റെ അമ്മയെ കൊന്നത്? പണത്തിനു വേണ്ടിയായിരുന്നോ? ആദി ഒരു മുറിയിലേക്ക് കയറുന്നു. പെട്ടെന്ന് ആദി അത് കണ്ട് ഞെട്ടി. മൈ ഗോഡ്! ആദി കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. കസേരയിൽ ചാരിയിരിക്കുന്ന ഗോവിന്ദ കൈമൾ. പക്ഷെ അയാൾ ജീവനോടെയില്ല. അയാളുടെ നെഞ്ചിലൊരു കത്തി കുത്തിയിറക്കിയിരിക്കുന്നു. ഇല്ല, ആരോ എന്നെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വരുന്നതിന് മുൻപേ ഇയാളെ കൊന്നിരിക്കുന്നു. ആദിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഒരജ്ഞാത നമ്പർ. ഹലോ ചെയർമാൻ, കളി തുടങ്ങിയതേയുള്ളൂ. കൊലപാതകിയായ ആദിത്യൻ വർമ്മയ്ക്ക് സ്വാഗതം. പോലീസ് ജീപ്പ് വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. പോലീസുകാർ ഓടിവരുന്നു. ഹാൻഡ്സ് അപ്പ് എന്ന് അലറുന്നു. ശത്രുവിനെ തേടി വന്ന ആദി ഇപ്പോൾ കൊലപാതക കുറ്റത്തിൽ പ്രതിയാവുകയാണോ? ആരാണ് കൈമളെ കൊന്നത്? ആ അജ്ഞാത ഫോൺ സന്ദേശം ആരുടേതാണ്? പോലീസിന്റെ പിടിയിൽ നിന്ന് ആദി രക്ഷപ്പെടുമോ? ഇതൊരു ചക്രവ്യൂഹമാണ്. പക്ഷേ ഇത് ഭേദിക്കാതെ ആദിത്യൻ വർമ്മ അടങ്ങിയിരിക്കില്ല. കാത്തിരിക്കുക സീക്രട്ട് മില്യണയർ.